ഇപ്പോൾ ശ്രീ മോഹൻലാലിനെ 4 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത് ഓർമ്മയാണ്. വിദ്യാമയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയതൊക്കെ ഞാൻ 200 പേജ് നോട്ട്ബുക്ക് ഉണ്ട്, എഴുതി പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെ 10 മിനിറ്റ് ഒരു ഇൻ്റർവ്യൂ, തന്മാത്രയുടെ ഷൂട്ടിങ്ങിന് പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഒരു 10 മിനിറ്റ് ഇൻ്റർവ്യൂ അനുവദിച്ചിട്ട് 2 മണിക്കൂർ സംസാരിച്ചു. അത് 2 മണിക്കൂറായിട്ട് 2.5 മണിക്കൂർ എന്തോ സംസാരിച്ചു. അത് ശ്രീ ബൈജു ചന്ദ്രൻ അത് 2 മണിക്കൂർ ഓരോരോ ഷോ ആയിട്ട് 1 hour വെച്ചിട്ട് ദൂരദർശനിൽ ഒരു ഈദിന് അത് റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങ് നല്ലതായിട്ട് പുസ്തക വായനയുള്ള ഒരാളാണല്ലോ. അതെയോ, ആര് പറഞ്ഞു, ഏത് പുസ്തകമാണ് വായിച്ചിട്ടുള്ളത്, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി ആണെന്ന് കേട്ടു. ഓ അത് ശരി, അത് വായിച്ചല്ലേ, ആ ശരിയാണ്, ഞാൻ പുസ്തകം വായിക്കും. അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്താലാണ് അദ്ദേഹം സംസാരിക്കുമായിരുന്നത്. അല്ലെങ്കിൽ നമ്പൂതിരി സാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, മണിരത്നമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇരുവർ, അങ്ങനെ അദ്ദേഹം വന്ന് ഞാൻ ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. ചോദിക്കുന്ന മോഹൻലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ചോദിച്ചാൽ തിരിച്ചു ചോദിക്കും, ഹൗ ഡു യു നോ, നമ്മളതിന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞാൽ അദ്ദേഹം പറയും എന്നാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ടാണ് 2 മണിക്കൂർ ഇൻ്റർവ്യൂ കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഇപ്പോൾ എൻ വി കുറുപ്പുമായിട്ടുള്ള ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ടി പത്മനാഭനായിട്ടുള്ള ഇൻ്റർവ്യൂ. ടി പത്മനാഭൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അദ്ദേഹം വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ 2 കഥയിലെ 2 കാര്യം നമ്മളോട് ഇങ്ങോട്ട് പറയും. അത് ഏത് കഥയാണെന്ന് നമ്മൾ പറയണം. അത് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളായിരുന്നു. പിന്നെ ഈ കാണുന്ന ആളുകളും ഇതുപോലെ അല്ലായിരുന്നു. അവർ വളരെ, ഇപ്പം നമ്മളൊരു എഴുത്തുകാരനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുത്തുകാരനെ മുഴുവൻ കൃതിയും വായിച്ചിട്ടുള്ളവരാണ് കാണികൾ. അവർ പിറ്റേന്ന് നിങ്ങൾ അന്ന് പറഞ്ഞ ഈ കഥാപാത്രം നളിനകാന്തിയിലെ അല്ല കേട്ടോ, ഇന്ന കഥാപാത്രം ഇന്ന കഥയിലെയാണെന്ന് തിരുത്തി പറഞ്ഞു തരാൻ കഴിവുള്ളവർ ഞങ്ങൾക്ക് നിരന്തരം കത്തയക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു 100 പരം കത്ത് വരും. ഇത് ഞങ്ങളിരുന്ന് സോർട്ട് ചെയ്ത് ഞങ്ങളെ തെറി പറയുന്ന കത്തുകളെല്ലാം ഞങ്ങൾ വായിക്കണം. ഷോയിൽ തെറി പറയാത്തൊക്കെ മാറ്റി വയ്ക്കണം, പുകഴ്ത്തിയതൊന്നും തരില്ല. അതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി. പക്ഷെ അതൊക്കെ വലിയ ഒരു ലേണിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇൻ്റർവ്യൂസ് എനിക്ക് പാഷനായി മാറിയത്. ഇൻ്റർവ്യൂസ് ഈസി ആയി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ നിർത്തിയത്. 2007 ഇൻ്റർവ്യൂസ് അത്രയും ഈസി ആയി തുടങ്ങി എന്ന് വെച്ചാൽ എനിക്കൊരു അത്രയും സഹജമായി വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ പണി നിർത്തി. സത്യനന്ദിക്കാടിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് നല്ല ഇൻ്റർവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കെ വി നാരായണസ്വാമിയുടെ ഇൻ്റർവ്യൂ ഒരു മനോഹരമായ ഇൻ്റർവ്യൂ ആയിരുന്നു. കൈരളിയിൽ അവർ വേറെ എന്തോ മിമിക്രി റെക്കോർഡ് ചെയ്ത കാസറ്റിന് പുറത്തുകൂടെ മനസ്സിലായില്ല. ഈ കോളേജ് ഇയേഴ്സ് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? കോളേജ് ലൈഫ് ഇൻഫ്ലുവൻസ് അല്ല, ഞാൻ ഇല്ല. കോളേജ് ലൈഫ് രണ്ടാമത് ഇനി ഒരു പ്രാവശ്യം നമ്മൾ ജീവിച്ചിട്ട് ഇതേപോലെ കോളേജ് ലൈഫ് ജീവിക്കാമോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ജീവിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അത്രയും ഒരു ധൈര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര ഒരു ആത്മവിശ്വാസം. ഇലക്ഷൻ ചെയ്യാൻ പറയുമ്പോൾ ഇലക്ഷൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, യൂത്ത് ഫെസ്റ്റിവലിലെ കോമ്പറ്റീഷൻസ് എല്ലാം എന്തിനാണ് എന്ന് അറിഞ്ഞൂടാ. ഒരു ഗ്യാങ്ങും ഉണ്ട് ഫ്രണ്ട്സ്, ഞങ്ങൾ 7 പേര്. അയ്യോ എന്തും ചെയ്യുമായിരുന്നു. അങ്ങനെ അത് 3 ഘട്ടമായിട്ട് എടുക്കുക. എനിക്ക് ഓൾ സയൻസ് കോളേജിൽ എൻ്റെ കോളേജ് ജീവിതം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്, ക്ലാസ് മുറിയിലെ തമാശകൾ, അത് ഇലക്ഷൻ നിൽക്കാൻ നമ്മുടെ ഒരു ക്ലാസ് കട്ടിയായിരുന്നു വഴിയില്ലാത്തത് കൊണ്ട് ആനി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തിനെ ഇലക്ഷൻ നിർത്തുന്നു, അവൾ തോറ്റു പോകുന്നു. അടുത്ത വർഷം ഞാൻ ഇലക്ഷൻ വയ്ക്കുന്നു, ജയിക്കുന്നു. ചുമ്മാ ഒരു കോളേജിലെ തമാശ. വിമൻസ് കോളേജ് അങ്ങനെയല്ലേ. വിമൻസ് കോളേജ് നമ്മുടെ ഒരുപാട് ഓർഗനൈസേഷൻ സ്കിൽസിനെയും ഒക്കെ വളർത്തിയിട്ടുള്ള വേറൊരു തരം. പല ജില്ലയിൽ പോയിട്ട് യൂത്ത് ഫെസ്റ്റിവൽസിന് കുട്ടികളെ കൊണ്ടുപോകുന്നു, അവിടെ പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിക്കുന്നു, അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ കണക്ക് നോക്കുന്നു, കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് വിമൻസ് കോളേജ്. അതിൻ്റെ കൂടെ ഒരുപാട് തമാശകളും നർമ്മവും എല്ലാം ഉണ്ട്. നല്ല രസമുള്ള ഒരു പീരീഡായിരുന്നു. കാര്യമായിട്ട് പഠിച്ച് കുത്തിയിരുന്ന് പഠിച്ച് ലൈബ്രറിക്കകത്തായിരുന്നു ഞാൻ ജീവിക്കുന്നത്. ഫുൾ ടൈം പഠിക്കുമായിരുന്നു. അവിടെ നിന്ന് എല്ലാ ടെക്സ്റ്റുകളും വായിക്കുകയും. അതേ LLBക്ക് പോയപ്പോഴും അതെ, ജൂറിസ്പ്രുഡൻസ് ഒക്കെ ഞാൻ എല്ലാ തരം ജൂറിസ്പ്രുഡൻസും ജർമ്മൻ ജൂറിസ്പ്രുഡൻസ് വരെ വായിച്ചു. പഠിക്കാൻ ഇൻട്രസ്റ്റ് വന്നത് MAക്ക് ശേഷം. ഡിഗ്രിക്ക് പഠിക്കുകയില്ലായിരുന്നു ഞാൻ, ഭയങ്കര കുഴപ്പമായിരുന്നു. ക്ലാസ്സിലേക്ക് കയറില്ലായിരുന്നു. വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആലോചന ഇല്ല. അതിനു മുമ്പ് ഞാൻ ഒരു കോളേജിൽ ഒരു അധ്യാപികയായിട്ട് വഴക്കിട്ട് പരീക്ഷ എഴുതില്ല തീരുമാനിച്ചു. പഠിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു.
ഇപ്പോഴും മൂഡ് കോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ വൈവേയും കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ഇയർ എക്സാം എഴുതിയിട്ടില്ല. ഇപ്പോൾ ചെറുപ്പത്തിലും ഈ കോളേജ് ഇയേഴ്സിലും പല പല വഴികളുണ്ടായിരുന്നു. റൈറ്റർ ആകായിരുന്നു, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ, ആ ഒരു ഇതിൽ പോവായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അതൊന്നും വേണ്ടെന്ന്? എനിക്കൊന്നും പൊളിറ്റിക്സ് പറ്റത്തില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, ടു സെൻസിറ്റീവ് ടു ബി എ പൊളിറ്റീഷ്യൻ. ഭയങ്കര സെൻസിറ്റീവ്. ഇപ്പം SFI ആയിരുന്നു. ഞാൻ SFI പാനൽ ആദ്യമായിട്ട് വിമൻസ് കോളേജിൽ SFI പാനൽ മത്സരിക്കുന്ന എൻ്റെ വർഷമാണ് 1989. അതിന് മുമ്പ് ഒരു SFI പാനലില്ലായിരുന്നു. പാനൽ രാഷ്ട്രീയ ഞാൻ 89 അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് പാനലില്ല. SFI സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയാം എന്നല്ലാതെ വെളിയിൽ പറയാതെയാണ്. പാനൽ മത്സരിക്കുന്നത് എൻ്റെ വർഷം 1989. ഞാൻ ചെയർപേഴ്സണാണ്. പക്ഷെ ആ വർഷം തന്നെ SFIക്കാരുമായിട്ട് വഴക്കിട്ട് പ്രേമം എന്നൊക്കെ പറഞ്ഞ് കല്യാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി ഞാൻ സച്ചിന് പ്രേമമാണെന്ന്. 90s അതിൻ്റെ വാശിക്ക് കല്യാണം കഴിച്ച് അങ്ങനെ ഭയങ്കര ടു സെൻസിറ്റീവാണ് ഞാൻ. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമൊന്നും ഒരിക്കലും പറ്റുകയില്ല. എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് രീതിയിലാണോ സെൻസിറ്റിവിറ്റി വരുന്നത്? അതായത് ഇപ്പം എക്സാം എഴുതാതിരിക്കുക അല്ലെങ്കിൽ ആദ്യം സങ്കടം വരും, പിന്നെ വാശി വരും. ആദ്യം സങ്കടം വന്നിട്ട് ഞാൻ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാശി വരും. അത് ചിലപ്പോൾ അത് സ്വന്തമായിട്ട് തോറ്റു പോകുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ പെരുമാറിക്കളയും. എങ്ങനെ ഈ സ്വഭാവം സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെ? സിനിമ ഇൻഡസ്ട്രിയിൽ ഇതെല്ലാം എന്നെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് വഴക്കുണ്ടാക്കും. വെളിയിലിപ്പം മീഡിയയിലൊക്കെ ഒന്നും പറയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ്. വഴക്കുണ്ടാക്കുന്ന പക്ഷേ സിനിമയിൽ ഒരു റിലേറ്റീവ്ലി ഇപ്പോൾ മറ്റേ എന്താ 15-20 സംതിങ് ഇയേഴ്സ് ആയിട്ട് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ആണോ 97 കൂട്ടണ്ട. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 98 ഞാൻ തലപ്പാവ് മാത്രമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് 99 തൊട്ടാണ് കുറച്ച് റെഗുലറായിട്ട് സിനിമ ചെയ്തത്. അല്ല 99 2009 തൊട്ടാണ് റെഗുലറായിട്ട് ചെയ്തത്. 16 years ആയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു എവല്യൂഷൻ കണ്ടത് സിനിമയിൽ? സിനിമ ഞങ്ങൾ കയറുമ്പോൾ അത്ര സേഫ് സ്പേസ് ആയിരുന്നില്ല. സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കാൻ വരുന്ന കാലത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിനിമ മാറി. ഈ നടിയെ ആക്രമിക്കുന്ന കേസും WCCയുടെ വരവും ഹേമ കമ്മിറ്റിയും സോഷ്യൽ മീഡിയയുടെ വരവും എല്ലാം കൂടെ ചേർന്നിട്ട് മീഡിയയുടെ ഒരു അപ്പർ ഹാൻഡ് കൊണ്ട് സിനിമ ഇപ്പോൾ ഐ വുഡ് സേ ഇറ്റ്സ് മച്ച് ബെറ്റർ. പബ്ലിക്കായിട്ടൊന്നും ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിനിമയിൽ. എല്ലായിടത്തും IC ഉണ്ട്. പേടിയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. സ്ത്രീകളെ ഒന്നും അറ്റാക്ക് ചെയ്യാനോ പറയാനോ ഒന്നും ധൈര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ ഫിലിംസിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയി ഈ ടൈമിൽ. പക്ഷേ മറ്റേ ഫിലിം റേഞ്ചും ഫിലിം സ്റ്റോറീസും പണ്ട് കുറച്ചും കൂടെ പുസ്തകങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് പാൽക്കൂട്ടത്തിൽ തനിയെ പോലെയുള്ള MGയുടെ സ്ക്രിപ്റ്റുകളും ഒക്കെ വെച്ചിട്ടൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് മറ്റൊരു തരം കഥയാണ് പറയുന്നത്. പക്ഷേ ഈ ഇറ്റ് ക്യാൻ ബി വെരി കോൺട്രവേഴ്ഷ്യൽ. പക്ഷെ എന്നാലും നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെക്സും അല്ലെങ്കിൽ പ്രണയവും ഒക്കെ കുറയ്ക്കുമ്പോൾ വയലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട് സിനിമയിൽ. ദാറ്റ് ഈസ് സംതിങ്. ഇത് സംഭവിക്കും. കാരണം നമ്മൾ മനസ്സും ശരീരവും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ സിനിമ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടൂ സ്ട്രിക്റ്റാണ് സിനിമയിൽ. ഒരു നർമ്മം പോലും പീഡനമാണ്. എനിക്ക് തന്നെ കുഴി തോണ്ടുന്നത് കണ്ടോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ കൂടുതലും മനുഷ്യരുടെ മനസ്സും അങ്ങനെയാണ്. മനുഷ്യർ ഇപ്പോൾ പ്രേമിക്കുന്ന മനുഷ്യനെ സൈക്കോളജി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഭയങ്കര വയലൻസും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത് നല്ലൊരു പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ ശാന്തരായിരിക്കും. ഒന്നും വേണമെന്നില്ല, ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സാണ് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ടൂ മച്ച് ഒരു സദാചാര ബോധമുണ്ട് നമുക്കിപ്പം. പീഡനം എന്താ, നർമ്മം ഏതാ, സൗഹൃദം ഏതാ, ഇതെല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മളെല്ലാം ഈ ഇണപിരിഞ്ഞ് കിടക്കുന്ന എല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് ഒരു ഒറ്റ ഇതായിട്ടിരിക്കുവാണ്. അന്നത്തെ കാലത്ത് ഇന്ന് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു.
അത്രയും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇതും പെർഫെക്റ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത്. യു ഹാവ് ടു മൂവ് ഓൺ, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. പണ്ട് ഭയങ്കര നല്ലതൊന്നും ആയിരുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരു കൺസെൻറ്റും ചോദിക്കുമല്ലോ, ആൾക്കാരുടെ പുറത്തോട്ട് ഉപദ്രവിക്കുന്ന, ദാറ്റ് വാസ് നോട്ട് ഗുഡ്. ഇന്നും ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. യു ഹാവ് ടു മൂവ് ഓൺ. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എവിടെയാണ് വെയർ ടു സ്റ്റാർട്ട്, വെയർ ടു ലീവ്. ഈ ഒരു മനുഷ്യർ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് എവിടെ, ഏത്, എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഇനിയും ക്ലാരിറ്റി നമ്മുടെ സമൂഹത്തിന് വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ശരിയല്ല, ഇന്നലെയും ശരിയല്ലായിരുന്നു. പക്ഷെ നമ്മളതിൻ്റെ കറക്റ്റ് വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ ഓൾവേസ് ഫീൽ ഒരു സൗഹൃദമൊന്നും ഇല്ലാതായി പോകാൻ പാടില്ല. എന്ത് കാര്യം വന്നാലും ആ ഒരു തിൻ ത്രെഡിൽ പീഡനം നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. ഇപ്പം പബ്ലിക് സ്പേസസിലേക്ക് ഇരുന്ന് സ്ത്രീകളെ ഇങ്ങനെ ചീത്ത പറയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. കാരണം ഇന്ത്യ ചീത്ത പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹൈക്കോടതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു IT പയ്യൻ ആത്മഹത്യ ചെയ്തല്ലേ. ആ കേസൊക്കെ വന്നപ്പോൾ കോടതിയും ഒക്കെ കുറച്ച് നിയമം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സ്ത്രീ പക്ഷത്തുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡ് ഭയങ്കരമായിട്ട് കൂടും, ആണും പെണ്ണും നമ്മൾ. അത് ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് കുറച്ച് തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് അങ്ങനെ ആവരുത് എന്ന് വെച്ച് ഏതെങ്കിലും നിലയ്ക്ക് ഞാനിത് പറയുന്നത് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു നമ്മളുടെ പേരിലുള്ള ഉപദ്രവത്തിനെ സ്വീകരിക്കണമെന്നോ എടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഒരു അബ്യൂസും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അവിടെ നിർത്തണം.